ഹലോ ഫ്രണ്ട്സ്, ബീയിങ് പവിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ കുട്ടികളുണ്ടായ അമ്മമാർക്ക്, ന്യൂ ബോൺ ബേബീസ് ഉണ്ടായ അമ്മമാർക്ക് പലർക്കും ഒരു ഡൗട്ടാണില്ലേ, തൻ്റെ മക്കൾക്ക് ഏത് തരം ഡൈപ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതേപോലെ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ളതായിട്ടുള്ള ഡൈപ്പേഴ്സ് ഏതാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡൈപ്പറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാർക്കും അതേപോലെ തന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതേപോലെ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഡൈപ്പേഴ്സ് അന്വേഷിക്കുന്നതായ അമ്മമാർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാ ടെഡി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡൈപ്പറാണ് ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിതിന് മുൻപ് ബംടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഡൈപ്പറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഞാൻ ടെഡിയിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ ബംടമ്മിനെ അപേക്ഷിച്ച് എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെഡി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡൈപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈപ്പറിന്റെ പാക്കറ്റ് വരുന്നത് കേട്ടോ. അതായത് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ എന്നൊക്കെ ഫ്രണ്ടിലായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 74 ഡൈപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഡിസ്പോസിങ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്തിടരുത്, അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ വാർണിങ്ങും കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു എഴുത്തും കൂടി അവർ നൽകിയിട്ടുണ്ട് ഈ പാക്കറ്റിൻ്റെ പുറത്തായിട്ട്. പിന്നെ ഇത് ക്യാരി ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് ഇതേപോലെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ മീഡിയം സൈസിലുള്ള പാൻറ്റീസ് ആട്ടോ ഡൈപ്പേഴ്സാണ് മോൻക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഒരു 74 പീസസ് ഓഫ് ഡൈപ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റ് ഏകദേശം ഒരു 500 റുപ്പീസ് അതിന്റെ ഒരു അകത്താണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡൈപ്പറാണിത്. കാരണം എന്താ വെച്ചാൽ 500 റുപ്പീസിന് ഇത്രയും പീസസ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഭം തന്നെയാണ് നമുക്ക്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡൈപ്പറാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂബോൺ, അതേപോലെ തന്നെ സ്മോള്, മീഡിയം, ലാർജ്, XL, XXL വരെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഡൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ പുറത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്ത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ടെഡി ഡൈപ്പർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആമസോണിൽ ഒരു 400 സംതിങ് അത്രയൊക്കെ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ ഇതിന്റെ പാക്കേജിൽ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് വിയർ ചെയ്യാന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിന്റെ 10 ഹവർ ലീക്കേജ് പ്രൊട്ടക്ഷൻ ആണ് അവർ പറയുന്നത്. എനിക്കും അത്രയൊക്കെ ഒരു ലീക്കേജ് പ്രൊട്ടക്ഷൻ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ രാത്രിയാണ് മോൻക്ക് കൂടുതലായിട്ടും ഡൈപ്പർ യൂസ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പൊ രാത്രി മുതൽ രാവിലെ വരെ ഏകദേശം ഞാൻ ആ ഡൈപ്പർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതിന്റെ ഇടയ്ക്കൊന്നും ഞാൻ മാറ്റാറില്ല, അങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നും വരാറില്ല. അപ്പോൾ രാത്രിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു ടെഡി ഡൈപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഓരോ കുട്ടികളുടെ യൂറിൻ പാസേജിനനുസരിച്ചാവും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ എന്റെ മോൻക്ക് ഞാൻ രാത്രി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു സമയമൊക്കെ ആകുമ്പോഴേ മാറ്റാറുള്ളൂ. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അതിന്റെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള ഡൈപ്പർ എങ്ങനെയെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡൈപ്പർ ഇങ്ങനത്തെ ഒരു രീതിയിലാട്ടോ വരുന്നത്. ഇതിന്റെ അലാസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ്, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എലാസ്റ്റിസിറ്റി ഉള്ള ടൈപ്പിലുള്ളൊരു ബോട്ടം ആണ് വന്നിട്ടുള്ളത് മുകൾ ഭാഗത്ത് ഇങ്ങനെ. പിന്നെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് പ്രിന്റിലാണ്. പിന്നെ ഫ്രണ്ട് ബാക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഫ്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് ഫ്രണ്ട് ബാക്ക് ഒക്കെ ഉള്ളത്. ബംടമ്മിനെ അപേക്ഷിച്ച് ഈ ഒരു അലാസ്റ്റിക് എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് തോന്നി. കാരണം ബംടമ്മ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ പാടുകളൊക്കെ വരും അരയിൽ. അപ്പോൾ ഇതങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ പാടുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ
അങ്ങനെ വലിയ രീതിയിലുള്ള പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അതേപോലെ തന്നെ ബം ടമ്മിനെ അപേക്ഷിച്ച് ഭയങ്കര സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇങ്ങനെയുണ്ട് നമ്മളെ ഡയപ്പർ വരുന്നത്. പിന്നെ ഇതാ നമുക്ക് ലീക്കേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ഇതാ ഡബിൾ ലെയർ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ലീക്കേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലെയർ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ കാലിടുന്ന ഭാഗത്തായിട്ട് അങ്ങനെ ഒരു ലീക്കേജ് പ്രൊട്ടക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കാൻ കുറച്ചുകൂടി സുഖമായിട്ടുള്ള ഡയപ്പറാണത്. പിന്നെ ഇവരിതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അൾട്രാ എയർ ബ്രീത്തബിൾ ആണ്, അതേപോലെ തന്നെ സൺ മാഗ്നറ്റ് ടെക്നോളജി ഇതൊക്കെ ഇതിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഡയപ്പർ തന്നെയാണ് കേട്ടോ ഈ ഒരു ടെഡി ഡയപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതേപോലെ തന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ഡയപ്പറാണ് ടെഡി എന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മക്കൾക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ടെഡി ഡയപ്പർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ രാത്രി മാത്രമാണ് നിങ്ങൾ മക്കൾക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കും ഇതൊരു നല്ല ഓപ്ഷനാണ്. എന്തുകൊണ്ടും ഇപ്പോൾ ഇത്രയും വിലയുള്ള ഡയപ്പേഴ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഡയപ്പർ തന്നെയാണ് കേട്ടോ ടെഡി ഡയപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മോനിക്ക് ഒരു ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബംടം യൂസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ബംടമിൻ്റെ ഒരു മെറ്റീരിയലിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് കുറച്ചും കൂടി ഇടാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ഇതായിരിക്കും. ബംടം കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ബംടമിൽ കുറച്ച് ലീക്കേജിൻ്റെ പ്രോബ്ലം ഉള്ളതുപോലെ തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഡയപ്പർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടെഡിയിലേക്ക് മാറിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയപ്പർ നിങ്ങൾക്ക് എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ എത്രത്തോളം യൂറിന് വലിച്ചെടുക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ. വീഡിയോ ഞാൻ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എത്രത്തോളം യൂറിൻ ഇതിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞാനിതാ ഡയപ്പർ ഇങ്ങനെ രണ്ടായിട്ട് ഇവിടെ കീറിയിട്ടുണ്ട്. അത് ഞാൻ വെള്ളം ഒഴിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് കീറിയതാണ്. ഇതേപോലെ ഒരു കൂജയിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിയ കൂജയാണ്. അപ്പോൾ ഇതാ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയി പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ കുറച്ച് വെള്ളമായിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ എത്ര പെട്ടെന്നാണ് അബ്സോർവ് ആയിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വെള്ളം മുഴുവനും ഇതിൽ ഒഴിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഈ കൂജയിലുള്ള വെള്ളം മൊത്തം ഈ ഡയപ്പറിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡയപ്പർ. അത്യാവശ്യം ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹെവിയിലൊന്നും നമ്മൾ മക്കൾക്ക് ഇട്ട് കൊടുക്കരുത്. ഇത് ഇങ്ങനെ ആവണതിന് മുമ്പ് ഊരി കളയണം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ കൈ കൊണ്ട് ഞാൻ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെറ്റ്നസ് എൻ്റെ കയ്യിലേക്ക് വരുന്നില്ല. അപ്പോൾ മക്കൾക്കും കുറച്ച് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആവും ഈ ഡയപ്പർ. അപ്പോൾ ഇതാ ഞാൻ കൈ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ വെറ്റ്നസ് ഒട്ടും തന്നെ എൻ്റെ കയ്യിലേക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതെങ്ങനെ ഒരു മെറ്റീരിയൽ കൊണ്ട് അതൊന്ന് തുടച്ച് കാണിക്കുക. ഞാൻ നല്ലപോലെ അമർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വെള്ളമൊന്നും പിടിക്കുന്നില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡയപ്പർ ഉണ്ടാവുക കേട്ടോ. കുട്ടികൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ്. വെറ്റ്നസ് ഒട്ടും തന്നെ പുറത്തേക്ക് വരില്ല. അപ്പോൾ അത്രയും വെള്ളം ഈ ഡയപ്പറിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതേപോലെ തന്നെ ക്വാളിറ്റിയിലും കുറേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും കിട്ടുന്ന ഒരു ഡയപ്പറാണ് ടെഡി ഡയപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഡയപ്പർ പർച്ചേസ് ചെയ്തിട്ടുള്ള ആമസോൺ വഴിയാണ് കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടൊക്കെ പിൻ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പോയിട്ട് വാങ്ങുക. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഡെയിലി യൂസേജിനും അതുപോലെ തന്നെ നൈറ്റിലാണെങ്കിലും ഡെയിലാണെങ്കിലും ഒക്കെ മക്കൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡയപ്പറാണ് ടെഡി ഡയപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.